ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായം 3-ാം തിരുലിഖിതം. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതാ ദൈവം ഈ മണിക്കൂറിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. നാം ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കരണീയമായ പ്രവൃത്തിയാണ് ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി ദൈവ ആരാധന ഉയർത്തുക. ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിയുടെ സിംഹാസനത്തിൽ ദൈവം ഉപവിഷ്ടനാകുന്നു. ഞാനും നിങ്ങളും ഈ മുറിയിലിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഈ കൂട്ടായ്മയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഈ കൂട്ടായ്മയിൽ ദൈവം സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്തുതിയുടെ സിംഹാസനങ്ങളിൽ ദൈവം ഉപവിഷ്ടനാകുന്നുവെന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനങ്ങളിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. ഈ ശുശ്രൂഷയുടെ ആരംഭ നിമിഷങ്ങളിൽ നമുക്കൊരുമിച്ച് പാട്ടുപാടി യേശുവിൻ്റെ രക്തത്തെ ആരാധിച്ച്, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തെ ആരാധിച്ച്, പാട്ടുപാടി സ്തുതിച്ച് 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 ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തുതിയുടെ സിംഹാസനങ്ങൾ ഒരുക്കി ദൈവത്തെ ആരാധിക്കാം. രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. കരങ്ങളടിച്ച് ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. എല്ലാവരും കൈകളടിച്ച് രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. നന്നായി കൈയടിച്ച് ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം പാടി പാടി രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. ദൈവമേ, ഈ കൂട്ടായ്മയിലേക്ക് അങ്ങയുടെ അത്ഭുതകരമായ സാന്നിധ്യം നൽകണമേ. ഓരോ കുടുംബങ്ങളും ദൈവ സാന്നിധ്യം കൊണ്ട് ഇപ്പോൾ നിറയട്ടെ. ഓരോ കൂട്ടായ്മകളും ദൈവ സാന്നിധ്യം നിറയട്ടെ. ദൈവ ആരാധന അഭിഷേകം ഉയരട്ടെ. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. മുന്നിൽ ഉച്ചിഷ്ടം പോലെ, ഒഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ, നഷ്ടങ്ങൾ മൂലം നെല്ലും പതറിൽ നിവേലിൽ, നഷ്ടങ്ങൾ മൂലം നെല്ലും പതറിൽ നിവേലിൽ, ഒഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ, ഒഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ, നഷ്ടങ്ങൾ മൂലം നെല്ലും പതറിൽ നിവേലിൽ, നഷ്ടങ്ങൾ മൂലം നെല്ലും പതറിൽ നിവേലിൽ. കരങ്ങൾ ഉയർത്തിയടിച്ച് രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. പാടുന്നു. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. ഓ ദൈവമേ, ഓരോ കുടുംബങ്ങളിൽ കാലങ്ങളായി കുടികൊള്ളുന്ന ജീർണത, തകർച്ച, എല്ലാ തരത്തിലുള്ള അന്ധകാര പീഡകൾ, രോഗത്തിന്റെ ആധിപത്യങ്ങൾ യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ ഛിന്നഭിന്നമാകട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിൽ നിറയട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹിൽ നിറയട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. അത്ഭുത ശക്തി ശക്തി എന്റെ ദേഹിൽ നിറയട്ടെ. യേശു നാമശക്തി, ശക്തി എന്റെ ദേഹിൽ നിറയട്ടെ. യേശു രക്തത്തിന് ശക്തി. രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിന്റെ രക്തം, രക്തം രക്തം മോചനമേകും. തിരുരക്തം, യേശുവിൻ രക്തം അത്ഭുത രക്തം. രക്തം രക്തം
യേശുവിന്റെ രക്തം വിടുതലിന്റെ രക്തം, മോചനമേകും സൗഖ്യത്തിന്റെ രക്തം, യേശുവിന്റെ രക്തം അത്ഭുത രക്തം. രക്തം ഓ ദൈവമേ, വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, തലമുറകളിലേക്ക് വ്യാപരിക്കട്ടെ, എല്ലാ വംശങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, അടിസ്ഥാന ബന്ധങ്ങൾ തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ വലിയ അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ. കുടുംബങ്ങളെല്ലാം ഉണരട്ടെ കർത്താവേ. എല്ലാ മന്ത്രതയും വിട്ടുമാറട്ടെ, മരവ് വിട്ടുമാറട്ടെ, വലിയ ആത്മീയശക്തി ജ്വലിക്കട്ടെ. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് എല്ലാവരും യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ കുടുംബങ്ങളിൽ നിന്ന്, ഈ സമൂഹങ്ങളിൽ നിന്ന്, ഈ കൂട്ടായ്മയിൽ നിന്ന് കാലങ്ങളായി ഒരു അടിമപ്പെടുത്തിരുന്ന എല്ലാ പൈശാചിക പിടകളും, എല്ലാ തരത്തിലുള്ള നാരകീയ സേനകളും ദുരാത്മവ്യൂഹങ്ങളും യേശുവിന്റെ കൃപയാൽ ഇപ്പോൾ ഛിന്ന ഭിന്നമാവട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുത അഭിഷേകം ഓ ദൈവമേ ഇപ്പോൾ ഇപ്പോൾ ഈ കുടുംബങ്ങളുടെ മേൽ, ഈ കൂട്ടായ്മകളുടെ മേൽ, ഈ എളിയ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം ഒരു കോട്ടയായി ഈ എളിയ മക്കൾക്ക് ചുറ്റിലും പിതാവേ ഉയർത്തണമേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് അശുദ്ധ ശക്തികളെ ശാസിക്കുക എന്നതിനെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 18-ാം തിരുലിഖിതം. ഇത് പൗലോസിനെ അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അശുദ്ധാത്മാവെ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് അവളെ വിട്ട് പുറത്തുപോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദൈവിക ദൂതാണ് യേശുക്രിസ്തു അശുദ്ധാത്മാക്കളുടെ മേൽ തൻ്റെ സ്ലീഹന്മാർക്കും തിരുസഭയ്ക്കും അധികാരം കൊടുത്തു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള അധികാരം ദൈവത്തിൻ്റെ കൈകളിലാണ്. ദൈവം ഈ അധികാരം മനുഷ്യർക്ക് പകർന്നു കൊടുത്തു. ഈ അധികാരം പൗലോസിൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ പൗലോസ് അശുദ്ധാത്മാവ് ബാധിച്ച ആ പെൺകുട്ടിയോട് പറഞ്ഞു, അശുദ്ധാത്മാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവളെ വിട്ട് പുറത്തു വരിക. തൽക്ഷണം കമാന്നൊരു അക്ഷരം മിണ്ടാതെ ഇതാ അത് അനുസരിച്ച് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഒരുപാട് വ്യക്തികൾ അശുദ്ധ ശക്തികളെ പേടിച്ച് അരണ്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് പൈശാചിക പീഡകളെ ഭയപ്പെടുകയാണ്. പിശാചിനെ ഭയപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. പിശാചിനെ ഭയപ്പെട്ട് അതിനെ ആരാധിക്കുന്ന ഒരു പൈശാചിക ജീവിത രീതിക്ക് അടിമയായ ഒരുപാട് വ്യക്തികൾ ഇന്ന് ലോകത്തിലുണ്ട്. കൂടോത്രത്തിലൂടെയും മന്ത്രവാദത്തിലും പിശാചിനെ സേവിക്കുന്നവരും ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ എന്നോടും നിങ്ങളോടും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എന്താണ് കൽപ്പിച്ചിരിക്കുന്നത്? ഈ പിശാചിന്റെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്നുള്ളതല്ലേ? പിശാചിനെ സേവിക്കുന്നവരെ, സാത്താൻ സേവകരെ, കൂടോത്രക്കാരെ, മന്ത്രവാദികളെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പിശാചിനെ സേവിക്കുന്നത് ദൈവവചനപ്രകാരം ശരിയാണോ? ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനപ്രകാരം നിങ്ങൾ വലിയൊരു ദൈവവചന വിപരീതമായ ഒരു പാപത്തിൻ്റെ ബന്ധനത്തിലല്ലേ നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? കർത്താവ് എന്താണ് പിശാച് സംബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്? വചനം ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ തിരുലിഖിതത്തിലാണ് നാം കാണുന്നത്.
ഈശോ തൻ്റെ സ്ലീഹന്മാരെ അടുത്ത് വിളിച്ച് എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. നോക്ക്, ദൈവം വലിയൊരു അധികാരം ഇതാ മനുഷ്യർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ. ഏതാ ഈ ശത്രു? പിശാചിനെയാണ് ഉദ്ദേശിക്കുന്നത്. ശത്രുവിൻ്റെ പിശാചിൻ്റെ സകല ശക്തികളുടെയും മീതെ, സകല ശക്തികളുടെയും മീതെ, സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഇതാ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഏത് കോണ്ടക്സ്റ്റിലാണ് യേശു ഇങ്ങനെ പഠിപ്പിക്കുന്നത്? ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 17 മുതലുള്ള തിരുലിഖിതങ്ങളിൽ കാണുന്നത്, ഈശോ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചിട്ട് ശിഷ്യന്മാർ സുവിശേഷ വേല ചെയ്ത് തിരിച്ചു വന്ന് അവരുടെ അനുഭവം ഈശോയോട് പങ്കുവെക്കുന്ന രംഗമാണ്. ഈ സ്ലീഹന്മാർ അവർ പോയി ദൈവരാജ്യം പ്രസംഗിച്ച് തിരിച്ചു വന്നപ്പോൾ യേശുവിനോട് പറയുകയാണ്, കർത്താവേ, പിശാചുക്കൾ പോലും നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഉടനെ യേശു അവരോട് പറയാണ്, പിശാചുകൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്നുള്ളതല്ല യേശു പറയണത്. യേശു പറയാണ്, നിങ്ങൾ ദൈവരാജ്യവേല ചെയ്തപ്പോൾ സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. നോക്കുക, ഈ അധികാരം പിശാചിന്റെ മേൽ മനുഷ്യർക്ക് ദൈവം അധികാരം പകർന്നു കൊടുത്തപ്പോൾ, അവർ വചനം പ്രസംഗിച്ചപ്പോൾ സാത്താൻ ഇടിമിന്നൽ പോലെ തലകുത്തി വീണു. അവർ ശാസിച്ചപ്പോൾ, അവർ ആട്ടിപ്പായിച്ചപ്പോൾ, അവർ ബന്ധിച്ചപ്പോൾ, അവർ ബഹിഷ്കരിച്ചപ്പോൾ ഇതാ സാത്താനും അവന്റെ ദൂതഗണങ്ങളും ഇടിമിന്നൽ പോലെ നിബന്ധിച്ചു എന്ന് ഈശോ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കാര്യം ഒന്ന് അഫം ചെയ്തിട്ടാണ് ഈശോ പറയുന്നത്, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. പിന്നെ എന്തിനാ ഈ പിശാചിനെ ഭയപ്പെടുന്നത്? സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെയും സാത്താൻ്റെ പിശാചിനെ ഓർത്ത് ആകുലപ്പെടരുത്. അതിനെ പർവ്വതീകരിച്ച് കാണരുത്. ഹല്ലേലൂയ. അതിൻ്റെ മീതെ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം തിരുലിഖിതം, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ആട്ടിയോടിക്കും, ബഹിഷ്കരിക്കും, ബന്ധിക്കും, കെട്ടിയിടും, പൂട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആട്ടിപ്പായിക്കാൻ, ബന്ധിക്കാൻ, കെട്ടിയിടാൻ, പൂട്ടിയിടാൻ ഇതെല്ലാം അധികാരം ഈശോ നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിൽ കൂടോത്രമുണ്ട്, മന്ത്രവാദമുണ്ട്, പിശാചുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് ആരും ടെൻഷൻ പിടിക്കരുത്, ആരും ഭയപ്പെടരുത്, ആരും ദുർബലപ്പെടരുത്, ആരും ഭയചകിതരാകരുത്. കാരണം മനുഷ്യർക്ക് ദൈവം ഈ അധികാരം, പിശാചിനെ തൻ്റെ കാൽ കീഴിൽ ചവിട്ടി അരയ്ക്കാനുള്ള അധികാരം ദൈവം പകർന്ന് നൽകിയിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ, അവൻ തൻ്റെ 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അധികാരവും ശക്തിയും കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവപുത്രന്റെ മേലുണ്ടായിരുന്ന അധികാരം ദൈവപുത്രൻ സ്ലീഹന്മാർക്ക് പകർന്നു കൊടുത്തു, സഭയ്ക്ക് പകർന്നു കൊടുത്തു. ഇടമുറിയാത്ത കൈവപ്പ് വഴി ഇന്നീ അധികാരം പൗരോഹിത്യത്തിൻ്റെ അഭിഷേകത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഓരോ വ്യക്തികളുടെ മേലും തിരുസഭ പകർന്നു കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. വേറെ വാക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ഇടവകയിലുള്ള ഒരു വൈദികൻ, പൗരോഹിത്യമുള്ള അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നാൽ ഈ അച്ഛൻ്റെ മേൽ തിരുസഭ കൈവപ്പ് ശുശ്രൂഷ വഴി, പൗരോഹിത്യ അഭിഷേക ശുശ്രൂഷ വഴി തിരുസഭയുടെ ഈ അധികാരം പകർന്നു കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയുള്ള പൈശാചിക പീഡകളിൽ നമുക്ക് അത്ഭുത വിടുതലുണ്ട്. കഠിനമായ അന്ധകാര ബന്ധനങ്ങളിൽ നിന്ന് കുടുംബങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വിടുതലുണ്ട്. ഒരച്ഛൻ യേശുവിന്റെ നാമത്തിൽ വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചാൽ സ്ഥാപനങ്ങളും വാഹനങ്ങളും കുടുംബങ്ങളും അന്ധകാര പീഡകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അങ്ങനെ ജനത്തെ വിടുവിക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈശോ തൻ്റെ സ്ലീഹന്മാരെ അയച്ചപ്പോൾ എപ്പോഴും ഈശോ അവരോട് പറഞ്ഞിരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, എ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ. എന്താണെന്നറിയോ? നിങ്ങൾ പിശാചുകളെ ബഹിഷ്കരിക്കുവീൻ, നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കണം, നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തണം. ഇതൊക്കെ പറയുന്നതോടൊപ്പം യേശു മറക്കാതെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു നിർദ്ദേശം ഇതാണ്, നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം പിശാചുകളെ ബഹിഷ്കരിക്കണം. മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 7 മുതലുള്ള തിരുലിഖിതങ്ങൾ. അവൻ ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും കരുതരുത്. ഈശോ സ്ലീഹന്മാരെ അയച്ചപ്പോൾ മറക്കാതെ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, അവൻ അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്ത് ഈ രണ്ട് പേരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പറഞ്ഞയച്ച്. ഇനി സ്ലീഹന്മാർ പോയിട്ട് എന്താ ചെയ്തത്? മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-13 തിരുലിഖിതങ്ങൾ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുതപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുകളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ യേശുക്രിസ്തു വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു മിനിസ്ട്രി ആയിരുന്നു ഡെലിവറൻസ് മിനിസ്ട്രി. ഇതിനോട് ആരും പ്രത്യേക ഒരു അലർജി കാണിക്കേണ്ട ആവശ്യമില്ല. ഇതത്ര താഴ്ന്നൊരു ഏർപ്പാടുമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ചിലപ്പോൾ ചില അന്ധകാര പീഡകൾ ഉണ്ടാകാം. പക്ഷേ അതിനെക്കുറിച്ച് ഭയപ്പെടുകയോ അതിനെക്കുറിച്ച് ഭാരപ്പെടുകയല്ല ചെയ്യേണ്ടത്. അതിനെ യേശുക്രിസ്തു നൽകിയിരിക്കുന്ന ഈ അധികാരം ഉപയോഗിച്ച് ശാസിച്ച് ആട്ടിപ്പായിക്കണം. ഇതല്ലേ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. യാക്കോബ് ശ്രീകാരുടെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം, പിശാചിനെ ചെറുത്തു നിൽക്കുവീൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. ഇതല്ലേ നമുക്കുള്ള കൽപ്പന. പേടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അവനെ ഒരു ദുർബലപ്പെടാൻ പറഞ്ഞിട്ടുണ്ടോ? പിശാച് ഇല്ലെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. പിശാചിനെ ചെറുത്തു നിൽക്കുവീൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. ഒരാൾ തിരിഞ്ഞു നിന്ന് എതിർത്താൽ അവനോട് നിൽക്കാൻ പറ്റില്ല, അത്രമാത്രം ദുർബലനാണ് ഈ ഒരു തിന്മയുടെ അരൂപി എന്ന് മനസ്സിലാക്കണം. അവനെ ചെറുത്തു നിൽക്കുവീൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയിക്കൊള്ളും. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ വ്യാപരിക്കണം. ഭയം, നിരാശ, ടെൻഷൻ, പൈശാചിക ശക്തികളുടെ ആകുലത, കൂടോത്രം, മന്ത്രവാദം, ആഭിചാരക്രിയകൾ, മറ്റുള്ളവർ ഞങ്ങൾക്കെതിരെ ചെയ്തിരിക്കുന്ന എല്ലാ തരത്തിലുള്ള അന്ധകാരക്രിയകൾ, ഒരുപാട് തരത്തിലുള്ള കൂടോത്രത്തിന്റെ ഉപദ്രവങ്ങൾ, ഇതിനെല്ലാം ഓർത്ത് മനസ്സ് തകർന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ സമയത്ത് തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചു വിടുവിക്കുകയാണ്. സാത്താനെയും അവന്റെ കൂട്ടാളികളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു, വിട്ടുമാറി പോവട്ടെ. ശക്തികളെ ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. ശത്രുവിൻ കോട്ടകൾ ഇപ്പോൾ തന്നെ യേശുവിൻ ജയത്തോടി വചനമാണെടുത്തെടുത്തുവിൻ യേശുനാമത്തിൽ. യേശുവിൻ നാമത്തിനാ ശത്രുവിൻ കോട്ടകൾ ഉയരറ്റ യേശുവിൻ ജയത്തോടി വചനമാണെടുത്തെടുത്തുവിൻ യേശുവിൻ നാമത്തിനാ. ഓരോ കുടുംബങ്ങളിൽ നിന്നും, ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും, ഓരോ ദൈവമക്കളിൽ നിന്നും എല്ലാ കൂടോദർശത്തിലെ ബന്ധിക്കുന്നു. കൽപ്പിക്കുന്നു, ഇപ്പോൾ വിട്ടുപോകട്ടെ. നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാം.
ഈ നിമിഷങ്ങളിൽ അന്ധകാര പീഡകളുണ്ട് എന്ന് തോന്നുന്ന വ്യക്തികളും പൈശാചിക ഉപദ്രവം തോന്നുന്ന കുടുംബങ്ങളെയും സ്ഥാപനങ്ങളും ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. മകനെ മകളെ, വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഈ ഡെലിവറൻസ് പ്രാർത്ഥന സമയത്ത് വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക. കാലങ്ങളായി തലമുറകളായി കുടുംബങ്ങളെയും വ്യക്തികളെയും സമൂഹങ്ങളെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര പീഡകളെയും ദുരാത്മസേനകളെയും പൈശാചിക ശക്തികളെയും നാരകീയ വ്യൂഹങ്ങളെയും തിരുസഭയുടെ പൗരോഹിത അധികാരം ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ചു കെട്ടി ബഹിഷ്കരിക്കാൻ പോവുകയാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ദൈവമക്കളെ കാലങ്ങളായി മാനസികമായും ശാരീരികമായും കുടുംബപരമായും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര പീഡകളെയും ദുരാത്മസേന നാരകീയ വ്യൂഹങ്ങളെയും നസറേനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. തിരുസഭയുടെ അധികാരം ഉപയോഗിച്ച് പൗരോഹിതം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കപ്പെട്ടിരിക്കും. ഈ വചനത്തിന്റെ അധികാരം ഉപയോഗിച്ച് വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ യേശുവിന്റെ രക്തം അയച്ച് ഓരോ കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും കാലങ്ങളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെയും രോഗത്തിന്റെയും നിരാശയുടെയും സങ്കടത്തിന്റെയും തകർച്ചയുടെയും അധപതനത്തിന്റെയും ആത്മഹത്യ ചെയ്ത അരൂപികളെയും ശക്തികളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. റോമാലേഖനം 16 അധ്യായം 20 തിരുലിഖിതം. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയും. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൻ്റെ മേലും വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളുടെ മേലും യേശുക്രിസ്തുവിൻ്റെ വിലതീരാത്ത രക്തത്തിൻ്റെ അത്ഭുതാഭിഷേകം പെയ്തിറങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം പെരുമഴ പോലെ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം എല്ലാ കുടുംബങ്ങളുടെ മേലും യേശുവിന്റെ രക്തം, രക്താഭിഷേകം, യേശുവിൻ തിരുരക്തം പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ തിരുരക്തം. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. എൻ്റെ പേര് PU ജോസഫ്. പെരുന്നിലത്തിൽ നിന്നാണ് വീട്ടുപേര്. പുതുവേലി ഇടവയിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് 25 വർഷത്തോളമായി എൻ്റെ കാതുകൾ അടഞ്ഞിട്ട് കുരട്ടുകൊത്തി കിടുമനിട്ട് പോയിട്ട് പിന്നെ ചികിത്സിച്ചിട്ട് കുറച്ചൊക്കെ ഭേദമായെങ്കിലും പയ്യെ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. ഞാൻ പറയണത് വലിയ ഭയങ്കര സൗണ്ടിലാണ് പിന്നെ പോകുന്നത്. അങ്ങനെ പറഞ്ഞാലേ ഉള്ളൂ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ സൗണ്ട് എന്താണെന്നുള്ളത് അറിയത്തില്ല. ഇപ്പോൾ ഇന്നലെ വരെ ഭയങ്കര അസ്വസ്ഥതമായിരുന്നു. പ്രാർത്ഥനയുടെ സ്തുതിപ്പിൻ്റെ സമയത്തൊക്കെ എനിക്ക് സ്തുതിക്കാനൊന്നും പറ്റാത്ത പോലെ കാതിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അത് ഇടയ്ക്ക് അങ്ങനെ ഈ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വലത്തെ ചെവിയുടെ അകത്തുനിന്ന് ഒരു ഭയങ്കര സൗണ്ടിലൊരു
ഒരു ഓട്ടം പെട്ടെന്ന് പുറത്തേക്ക് പോകുന്ന പോലെ തോന്നി. അതിനുശേഷം ഞാൻ വളരെ സ്വതന്ത്രനായി. ഇപ്പൊ എനിക്ക് സ്തുതിക്കുന്നതിനൊന്നും ഒരു ഹല്ലേലൂയ. 25 വർഷമായിട്ട് അടഞ്ഞിരുന്ന കാതുകളാണ് കർത്താവ് തുറന്നു കൊടുത്തത്. സന്തോഷത്തിൽ ഹല്ലേലൂയ. ഇരുവശങ്ങൾ ആണെങ്കിൽ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കാം. Hallelujah, Maranatha. Come, Lord Jesus.